ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ കുറച്ച് വിശേഷങ്ങളും നമ്മുടെ വീടിൻ്റെ ഇപ്പോഴത്തെ കാര്യങ്ങളൊക്കെ എവിടെ വരെ ആയി അതൊക്കെ അറിയാം. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. നമ്മളെ വീടിൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് വീടിനിപ്പം തേപ്പിൻ്റെതും വയറിങ്ങിൻ്റെ പണിയും സ്റ്റാർട്ടായിട്ടുണ്ട്. പണികളൊക്കെ തുടങ്ങിയിട്ട് 2-3 ദിവസങ്ങളായി. ഇതൊക്കെ ഷീറ്റിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ വാങ്ങിക്കൊണ്ടുവന്ന സാധനങ്ങളാണ്. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് ഏരിയയിൽ ഈ ഒരു ഭാഗമാണ് അവർ ആദ്യം തന്നെ തേച്ചത്. പിന്നെ അവർക്ക് ഇവിടെ തേക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല. കാരണം ഈ ഒരു ഏരിയയിൽ വയറിങ്ങിൻ്റെ പണികൾ ചെയ്യാനുണ്ടത്രേ. അപ്പം കുത്താനും പൊട്ടിക്കാനൊക്കെ ഉള്ളതുകൊണ്ട് അവർ പറഞ്ഞ് ഈ ഒരു സൈഡിലെ വയറിങ്ങിൻ്റെ പരിപാടി കഴിഞ്ഞതിന് ശേഷം ഈ ഒരു ഭാഗത്ത് തേക്കൽ തുടങ്ങാമെന്ന്. അതുകൊണ്ട് തന്നെ അവരിപ്പം ചെയ്യുന്നത് നമ്മുടെ പുതിയ കിച്ചണിൻ്റെ അവിടെയാണ് തേപ്പും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാൽ നമ്മളെ വീട് പൊളിക്കുന്ന ആ ഒരു സമയത്തൊന്നും ഇത്ര പൊടി ഉണ്ടായിട്ടില്ല. ഈ ഒരു വയറിങ്ങിന് വേണ്ടിയിട്ട് അവർ മെഷീൻ വെച്ചിട്ടാണ് കട്ട് ചെയ്യണത്. അതുകൊണ്ട് ഭയങ്കര പൊടിയാണ്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ പൊളിക്കുന്ന സമയത്ത് ആ ഒരു ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിന് നമ്മൾ പൊടിയൊക്കെ ബുദ്ധിമുട്ടാണ് എന്ന് അറിയിച്ചുകൊണ്ട് അവർ പറഞ്ഞിട്ടുണ്ടായിന് നമ്മൾ മെഷീനും കാര്യങ്ങളൊന്നും വെച്ച് ചെയ്യൂലാന്ന്. അതുപോലെ തന്നെ അവർ ചെയ്തിട്ടുണ്ടായിട്ടില്ല. പക്ഷേ ഈ ഒരു വയറിങ്ങിൻ്റെത് ചെയ്യണമെങ്കിൽ മെഷീനും കാര്യങ്ങളൊക്കെ എന്തായാലും യൂസ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഭയങ്കര പൊടിയാണ്. ഈ ഒരു ഭാഗമാണ് ഇപ്പോൾ ഇവർ തേച്ചിട്ടുള്ളത്. ഉള്ളിലത്തെ ചുമര് കംപ്ലീറ്റ് തേച്ച് കഴിഞ്ഞിട്ടുണ്ട്. കുറച്ച് ചുമര് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ നോക്കിയിട്ട് ചുമര് മൊത്തം ടൈലൊട്ടിക്കാമെന്നാണ് വിചാരിക്കണത്. ടൈലൊട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ ടെൻഷൻ്റെ ആവശ്യമില്ലല്ലോ. നമുക്ക് എന്തെങ്കിലും കച്ചറയൊക്കെ ആയിട്ടുണ്ടെങ്കിൽ തുടച്ചു കൊടുത്താൽ മതിയല്ലോ. ഇപ്പം പെയിൻ്റ് അടിക്കുകയാണെങ്കിൽ അപ്പം നമുക്ക് കച്ചറയാകുമ്പം വീണ്ടും അതിനെപ്പറ്റി ചിന്തിക്കണമല്ലോ. കുറച്ച് ഭാഗം മാത്രം ചുമരുള്ളതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. ചിലപ്പം ടൈലൊട്ടിക്കൊക്കെ ചെയ്യും. അല്ലെങ്കിൽ ഈ ഒരു തേപ്പ് കംപ്ലീറ്റ് ആയതിന് ശേഷം നമ്മൾ ഇടത്തേക്ക് മാറും. കാരണം വേറെ ഒന്നുമല്ല, നമ്മളിപ്പോൾ കിച്ചണും കാര്യങ്ങളൊന്നും ഇല്ലാതെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോവല്ലേ. അപ്പം അതിൻ്റെ ബുദ്ധിമുട്ട് കുറച്ചുണ്ട്. അപ്പം അങ്ങനെ നോക്കിയിട്ട് മാറാമെന്നുള്ള രീതിയിലാണ് ഇപ്പം നിൽക്കുന്നത്. ടൈലൊട്ടിച്ചിട്ട് തന്നെ മാറണമെന്ന് ആഗ്രഹമുണ്ട്. കാരണം ഉമ്മാക്കും കുഞ്ഞിനും പൊടിയൊന്നും പറ്റൂല. അപ്പം വീണ്ടും ഇങ്ങനെ കച്ചറയാവുന്നതൊക്കെ ചിന്തിക്കുമ്പോൾ ഈ ഒരു ടൈലും കാര്യങ്ങളും ഒട്ടിച്ചതിന് ശേഷം തന്നെ നമുക്ക് ഇവിടത്തേക്ക് മാറാമെന്നുള്ള ഒരു ആഗ്രഹമുണ്ട്. അങ്ങനെ ഈ ഒരു സൈഡാണ് അവരിനി തേക്കാനുള്ളത്. ഈ ഒരു കിച്ചണിൻ്റെ ഉള്ളിലുള്ള ഭാഗം ഓൾമോസ്റ്റ് അവർ തേച്ച് കഴിഞ്ഞിട്ടുണ്ടായിന്. വയറിങ്ങിൻ്റെ പണിയും അതുപോലെ തന്നെ ഒരു സൈഡിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഷീറ്റും ഗ്ലാസ്സൊക്കെ വന്നാലായിരിക്കും നല്ല രസം ഉണ്ടാവല്. ഇപ്പോൾ തേച്ച് കഴിഞ്ഞിട്ട് തന്നെ കാണാൻ നല്ല രസമുണ്ട്. ഇനിയിപ്പം ഷീറ്റിൻ്റെ അവർ വന്നിട്ടുണ്ടായിന്. അവർ ഇപ്പോൾ കുറച്ച് ബിസി ആണെന്നാണ് പറഞ്ഞത്. അതിൻ്റെ ഇടയിൽ ഞാൻ ഉപ്പാൻ്റെ കൂടെ ഷീറ്റ് ഒന്ന് നോക്കാൻ വേണ്ടി പോയി. അവിടെ സാധനങ്ങൾക്ക് ഓർഡർ കൊടുക്കാനും പോയി. അങ്ങനെ പോയിട്ട് ഓർഡറൊക്കെ കൊടുത്തിട്ട് തിരിച്ച് വന്ന സമയത്ത് നമ്മുടെ വീട്ടിലെ നമ്മളിപ്പോൾ എടുക്കുന്ന കിച്ചണിൻ്റെ ആ ഒരു ഭാഗത്തുള്ള തെങ്ങിങ്ങനെ വളഞ്ഞിട്ടാണ്. അപ്പോൾ അതൊന്ന് നേരെ ആക്കാൻ വേണ്ടിയിട്ട് ഒരാൾ വന്നിട്ടുണ്ടായിന്. ഒരു മെഷീൻ വെച്ചിട്ട് ഇങ്ങനെ വലിച്ച് കെട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പം അങ്ങനെ ഒരാൾക്കാർ പണിക്കുണ്ടായിന്. അതുപോലെ തന്നെ കുറച്ച് സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെക്കാൻ ഒരു ബംഗാളിയും പണിക്കുണ്ടായിട്ടുണ്ടായിന്. അപ്പം ആ ഒരു തെങ്ങ് വലിച്ച് കെട്ടിയത് ആണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. അങ്ങനെ കുറച്ച് തേങ്ങയും അവർ പറിച്ചിട്ടിട്ടുണ്ടായിന്. അപ്പോൾ ഈ ഒരു ഭാഗത്തുള്ള ടൈലൊക്കെ അവർ പൊട്ടിക്കലാണ്. ഉമ്മാൻ്റെ ഈ ഒരു റൂമിലത്തെ ചുമരിനുണ്ടായ ടൈലും ഒക്കെ അവർ പൊട്ടിച്ചിട്ടിട്ടുണ്ട്. ഇനി ഈ ഒരു ഭാഗത്തൊക്കെ ടൈലൊട്ടിക്കാനൊന്നും പറ്റൂല. ഇതൊരു റൂമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അവിടെ തേച്ചിട്ട് പെയിൻ്റൊക്കെ അടിച്ച് സെറ്റാക്കണം. ഈ ഒരു ബാത്റൂമും കാര്യങ്ങളൊക്കെ ഇനി തേക്കാനൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ അപ്പുറത്തെ സൈഡിലുണ്ടായ കൗണ്ടർ ടോപ്പ് അവർ അവിടുന്ന് പൊട്ടിച്ചിട്ട് ഇപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുവച്ചിട്ടുണ്ട്. അത് നല്ല വാർപ്പന്നായിരുന്നു. അത് പൊട്ടിയിട്ടൊന്നുമില്ല. അപ്പം ആ ഒരു ഭാഗവും കൂടെ ഒന്ന് സെറ്റാക്കാനുണ്ടത്രേ. ഇതാണ് ആ ഒരു കൗണ്ടർ ടോപ്പ്. ഇനി എല്ലാ ഭാഗങ്ങളും ഒന്ന് ക്ലീൻ ആക്കാനുണ്ട്. ഒരുപാട് പണി അതിന് തന്നെ ഉണ്ടാവും. ചുറ്റുഭാഗത്തൊക്കെ കല്ലും മണ്ണും പൊടിയൊക്കെയാണ്. ഇതൊക്കെ കഴിഞ്ഞാൽ മാത്രമേ നമുക്ക്
അതിന് വേണ്ടിയിട്ട് ഇറങ്ങാൻ വേണ്ടി പറ്റുള്ളൂ. കാരണം ഓരോ പണിക്കാരും ഓരോ ഏരിയയിൽ ഇറങ്ങി ഓരോന്നും ചെയ്യുമ്പോൾ വീണ്ടും വീണ്ടും കച്ചറ ആവുകയാണല്ലോ ചെയ്യുന്നത്. അങ്ങനെ തേപ്പിൻ്റെ പണി ഇതാ ബാക്ക് ഭാഗം ഏകദേശം പൂർത്തിയായിട്ടുണ്ട്. ഇനി ഒരു സൈഡ് മാത്രമേ തേക്കാനുള്ളൂ. പിന്നെ ഈ ഒരു തറയും കൂടെയാണ് തേക്കാനുള്ളത്. നമ്മുടെ ചെടിയൊക്കെ പോയിട്ട് അതൊക്കെ ബാക്കിൽ വന്നുകൊണ്ട് ഇനി അത് പൊരിച്ച് നടണം. പകുതി ഭാഗവും ആ ചെടീൻ്റെത് പൊട്ടിയിട്ടുണ്ടായിനി. ഈ ഒരു സൈഡാണ് ഇനി തേക്കാനുള്ളത്. അങ്ങനെ ഞാൻ വീഡിയോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മോള് സ്കൂളിൽ നിന്ന് വന്ന് അവൾ പിന്നെ നല്ല മുള വന്നിട്ടുള്ള തേങ്ങ കണ്ടുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ പൊങ്ങുണ്ടാവുമ്പോൾ നമുക്കത് പൊട്ടിക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ ഒരു 4 തേങ്ങ ഞാൻ പൊട്ടിച്ച്. പിന്നെ ഇവിടെ തേങ്ങ ഒക്കെ പറക്കി വെക്കലാണ്. മക്കൾ 2 ആൾക്കാരും പുറത്തിറങ്ങലേ ഇല്ല. ഇപ്പം അവരൊരു ഫ്ലാറ്റിൽ നിൽക്കുന്നത് പോലെയാണ്. പുറത്തൊന്നും ഇറങ്ങാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലാണ് അവർ. അതുകൊണ്ട് ഈ പുറത്തിറങ്ങി നമ്മൾ ആരെങ്കിലും പുറത്തിറങ്ങി കണ്ടു കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നമുക്ക് പേടിയാണ്. കാരണം ഉള്ളിൽ അവിടെ ഇവിടെയൊക്കെ പൊട്ടിച്ചിട്ടതും പിന്നെ ഈ വയറിങ്ങിൻ്റെ അവർ ഇളക്കി വെച്ചതൊക്കെ ഉണ്ട്. അതൊക്കെ ഇനിയിപ്പോൾ ഷോക്കോ കാര്യങ്ങളോ ഉണ്ടായിട്ട് ബുദ്ധിമുട്ടായെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് കുട്ടികളെ നമ്മൾ പുറത്തിറക്കാത്തത്. അത് മാത്രമല്ല നല്ല പൊടിയുണ്ട് ചുറ്റുഭാഗത്തും, കല്ലും പൊടിയും. അപ്പോൾ നല്ല ബുദ്ധിമുട്ടാവും. അങ്ങനെ ഇതൊക്കെയാണ് നമ്മുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറയണത്. ബാക്കി വിശേഷങ്ങളൊക്കെ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ വീണ്ടും ഇടുന്നതായിരിക്കും. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക.